അപ്പോൾ സപ്പോസ് നിങ്ങളുടെ ഒരു 50,000 റുപ്പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലിവറേജ് കിട്ടും? 50,000 നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടായിരുന്നെങ്കിൽ ഇൻറ്റു 9 4,50,000 റുപ്പീസ് നിങ്ങൾക്ക് ലിവറേജ് കിട്ടും. ആ ഒരു ലിവറേജിന് ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എത്ര ഷെയർസ് വാങ്ങാം? ഒരു ഷെയർ പ്രൈസ് ഏകദേശം 2,000 രൂപയുടെ അടുത്തായിരുന്നു. അപ്പോൾ 225 ഷെയർസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയിരുന്നു. ആ ഒരു 225 ഷെയർസിന് നിങ്ങൾക്ക് ഒരു ഷെയറിൻ്റെ പ്രോഫിറ്റ് 100 രൂപ. അപ്പോൾ 22,500 രൂപ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഇനി മറിച്ച് ഈ ഒരു ഷെയർ പ്രൈസ് താഴോട്ടേക്കായിരുന്നു പോയിരുന്നെങ്കിലോ? താഴോട്ടേക്ക് പോയിരുന്നെങ്കിൽ നമ്മുടെ ആ ലിവറേജ് നമ്മൾ യൂസ് ചെയ്തിട്ട് അത്രയും ഈ ഒരു പോയിൻ്റ് 100 രൂപ താഴോട്ടേക്ക് പോയിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് 22,500 രൂപ നഷ്ടം സംഭവിച്ചേനെ. അതിന് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കാൻ പറ്റും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. വരുന്ന ക്ലാസ്സിൽ സ്റ്റോപ്പ് ലോസ് എന്താകുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻട്രാഡേ. ഇത് മാത്രമാണോ? അല്ല. ഇൻട്രാഡേയിൽ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് ഷെയർസ് ബൈയിങ്ങിനെ പറ്റിയാണ്. ഇതിൽ നമ്മൾ ഷെയർസ് സെല്ല് ചെയ്യാൻ പറ്റും. അതായത് വാങ്ങുന്നതിന് മുന്നേ ആദ്യം തന്നെ സെല്ല് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് വില കുറയുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് ആ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം, ക്ലിയർ ആക്കി തരാം. സപ്പോസ് എൻ്റെ അടുത്ത് ഒരു ബൈക്കില്ല, പക്ഷേ വേറൊരാളുടെ അടുത്ത് ഒരു ബൈക്ക് വിൽക്കാനുണ്ട്. ബൈക്ക് വിൽക്കാനുള്ളത് സപ്പോസ് ഒരു 50,000 രൂപക്ക് ഒരു ബൈക്ക് വിൽക്കാനുണ്ട്. ഓക്കെ, വേറെ ആൾ ഒരു 70,000 രൂപക്ക് ബൈക്ക് വാങ്ങാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ബൈക്ക് എടുത്തിട്ട് നേരെ വാങ്ങാനുള്ള ആളെടുത്ത് കൊടുത്തിട്ട് ആ ഒരു 70,000 വാങ്ങിയിട്ട് അതിൽ നിന്ന് 50,000 ഈ ബൈക്ക് തന്ന ആൾക്ക് കൊടുക്കുന്നു. അതായത് എൻ്റെ അടുത്ത് ബൈക്കില്ലായിരുന്നു, പക്ഷേ ഒരാൾ ബൈക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം എന്ത് ചെയ്തു? ആ ബൈക്ക് സെല്ല് ചെയ്തു. വാങ്ങുന്നതിന് മുന്നേ ഒരാളിൽ നിന്ന് സെല്ല് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങി. എന്നിട്ട് പിന്നെയാണ് ഞാൻ ആ ഒരു ബൈക്ക് വാങ്ങുന്നത്. ആദ്യം സെല്ല് ചെയ്തു, പിന്നെ ബൈ ചെയ്തു. എന്നിട്ട് ആ ഒരു 70,000 നിന്ന് 50,000 ഇയാൾക്ക് കൊടുത്തു. അപ്പോൾ ബാക്കി 2,000 പ്രോഫിറ്റ്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വേറൊരു ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്യാം. ടൈറ്റാൻ കമ്പനിയുടെ ഒരു ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ സൂം ആക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ? ഇവിടെ ഒരു റെഡ് ക്യാൻഡിലായിരുന്നു. അതായത് 1,600 രൂപയുടെ ആ ഒരു പ്രൈസിൽ ഓപ്പൺ ചെയ്തിട്ട് 1,500 രൂപയുടെ ആ ഒരു അടുത്തായിട്ട് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്ത് നിൽക്കുക. 100 രൂപ കുറയായിരുന്നു അന്ന് ചെയ്തത്.